ഡോക്ടർ നമസ്കാരം. നമസ്കാരം. നമ്മളുടെ ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം എല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പാചകവാതകം എന്തായാലും ഇനിയിപ്പോൾ ഇന്ധനം നിന്ന് പോകുമ്പോൾ ആ എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ യുദ്ധം ബാധിക്കുമോ? അതായത് ഈ ഉണ്ടാകുന്ന ക്ഷാമമല്ല, അല്ലാതെ രാജ്യം എന്ന നിലയിൽ എന്തെങ്കിലും ഭീഷണിയോ പ്രതിസന്ധി ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട് അതുവഴി? അല്ല, നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, വളരെ അതിർത്തികൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു രാജ്യമാണെന്ന് നമ്മൾ ചെറുപ്പത്തിലോട്ട് പഠിക്കുന്നതാണ്. 3 ഭാഗവും ജലത്താൽ ചുറ്റപ്പെട്ട അതിർത്തികൾ. വടക്കൻ പ്രദേശം എന്ന് പറയുന്ന ഹിമാലയത്തിൻ കൊണ്ട് വളരെ എന്താ പറയുന്നത് ഒരു ബാരിയറായിട്ട് നിലനിൽക്കുന്ന മൊത്തം കവേർഡായിട്ടുള്ള അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. പക്ഷേ ഈ അതിർത്തികൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. ഈ ഇന്ത്യയുടെ ഒരു തീരദേശ അതിൻ്റെതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിർത്തികൾ എന്ന് പറയുന്നത് 7517 കിലോമീറ്ററോളം ബന്ധപ്പെട്ട് വരുന്നത്. അത് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന റാൺ ഓഫ് കച്ച് മുതൽ ബംഗ്ലാദേശ് വരെ ഉണ്ടാകുന്ന ആ പ്രദേശത്തോട് ബന്ധപ്പെട്ട് വരുന്ന തീരദേശങ്ങൾ. അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന കരഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അതിർത്തിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ചൈന, ബർമ്മ, ബംഗ്ലാദേശ്, അത്തരം രാജ്യങ്ങൾ നമ്മളോട് സൗഹാർദ്ദപരമാണ് അവരുടെ നിലനിൽപ്പെന്ന് നമ്മൾ കാണുമ്പോൾ തന്നെയും അതിൻ്റെയൊക്കെ അപ്പുറമായിട്ട് ഇന്ത്യക്കൊരു ഭീഷണിയായിട്ട് അവർ പ്രവർത്തിക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ആ പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും പാകിസ്ഥാനോടൊപ്പം നിലനിൽക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അതിനോടെല്ലാം ബന്ധപ്പെട്ട് തന്നെ പാകിസ്ഥാനുമായി ഇന്ത്യ ഒരു പ്രശ്നമുണ്ടായാൽ ആ രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനോട് ചേർന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ പലവട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. പാകിസ്ഥാനിന് പറഞ്ഞിട്ടുള്ളതാണ്, പാകിസ്ഥാൻ്റെ സഖ്യകക്ഷിയാണ് ഇറാൻ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അസർബൈജാനും തുർക്കിയും ഈ പറയുന്ന ഇന്ത്യയുമായി അവസാനമുണ്ടായിരുന്ന പോരാട്ടം നമുക്കറിയാം. ഈ പറയുന്ന പഹൽഗാമിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രതിവിധി എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതികരണം എന്ന രീതിയിൽ ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഭരണകൂടം അനുവർത്തിച്ച ആ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന, അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇന്ത്യക്കെതിരെ അണിനിരക്കുന്ന പ്രവണത അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു വിധി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് പ്രധാനപ്പെട്ട 4 പ്രദേശങ്ങളിലൂടെയാണ് അതിർത്തി പങ്കിടുന്നത്. അതിൽ ജമ്മു കാശ്മീരുണ്ട്, രാജസ്ഥാനുണ്ട്, ഗുജറാത്തുണ്ട്, പഞ്ചാബുണ്ട്. അത് ഏകദേശം 3323 കിലോമീറ്ററോളമാണ് അതിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. ആ അതിർത്തി പങ്കിടുമ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം 1947 ഈ പറയുന്ന കാശ്മീർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇന്ത്യൻ യൂണിയനിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ലയിക്കുമ്പോൾ ആ കാശ്മീരിന് വീണ്ടെടുക്കാൻ വേണ്ടി ഉണ്ടാകുന്നതിനോട് ബന്ധപ്പെട്ട് വരുന്ന 4 പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് പാകിസ്ഥാൻ ഏർപ്പെട്ടത്. 47 ഉണ്ടാകുന്നുണ്ട്, 65 ഉണ്ടാകുന്നുണ്ട്, 71 ഉണ്ടാകുന്നുണ്ട്, അതുപോലെ 1999. അപ്പോഴും അവർ പറഞ്ഞു വെക്കുന്നത് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജമ്മു കാശ്മീരിനോട് ബന്ധപ്പെട്ട് വരുന്ന ആ പ്രദേശം 47നോടെല്ലാം ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ചേർന്നുവെങ്കിൽ തന്നെയും ഏകദേശം ഒരു 48% കരഭൂമി മാത്രം അല്ലെങ്കിൽ ഭൂപ്രദേശം മാത്രമേ ഇന്ത്യക്ക് അതിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നിലനിർത്താൻ പറ്റിയിട്ടുള്ളൂ. 32% ഭൂമി ഇന്നും കൈയാളുന്നത് പാകിസ്ഥാനാണ്. അവശേഷിക്കുന്ന 20% കൈയാളുന്നത് ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങൾ കൈയാളുന്നത് ചൈനയുമാണ്. അപ്പോൾ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എന്നും വലിയൊരു പ്രശ്നബാധിത പ്രദേശം തന്നെയാണ്. അപ്പോൾ ആ കാശ്മീരിനെ വിഘടിപ്പിച്ച് മാറ്റുക എന്നുള്ള രീതി പാകിസ്ഥാൻ എല്ലാ കാലത്തും തുടർന്നു പോന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം ഇന്നും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിർത്തി സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലുണ്ടാകുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങളോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ആ ധനത്തിൻ്റെ വിനിയോഗം അല്ലെങ്കിൽ അതിൻ്റെ ധനത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിശീർഷ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അതെല്ലാം തന്നെ ചിലവഴിക്കപ്പെടുന്ന ഇത്തരം അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയാണ്. അതുപോലെ നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് പ്രത്യേകതയുണ്ട്. പഞ്ചാബ് എന്ന് പറയുന്ന 1946 അതായത് സിഖുകാരോട് ബന്ധപ്പെട്ട് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് തന്നെ സിഖുകാരോട് ബന്ധപ്പെട്ട് ഈ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു പ്രദേശം അതായത് സിഖുകാരുടെ ആയിട്ടുള്ള പ്രദേശത്തിന് വേണ്ടി അവരോട് ബന്ധപ്പെട്ട ഒരു സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തോട് മുന്നോട്ട് പോകുമ്പോഴാണ് 1947 പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശം അവർക്ക് ലഭിക്കാതെയാകുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പഞ്ചാബ് വിഭജിക്കപ്പെടുകയാണ്. അതായത് ഈ പടിഞ്ഞാറൻ പ്രദേശം മുസ്ലിങ്ങളേറെയുള്ള പടിഞ്ഞാറൻ പ്രദേശം പാകിസ്ഥാൻ്റെ ഭാഗത്തേക്കും കിഴക്കൻ പ്രദേശങ്ങൾ അതായത് സിഖുകാരും ഹിന്ദുക്കളും കൂടുതലുള്ള കിഴക്കൻ പ്രദേശം ഇന്ത്യയുടെയും ഭാഗമാകുമ്പോൾ അതായത് സിഖ് പണ്ട് മുന്നോട്ട് വെക്കുന്നൊരു ആഗ്രഹമായിരുന്നു ഈ പഞ്ചാബിനോട് ബന്ധപ്പെട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത്. ആ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വയംഭരണ അധികാരമാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് തകർന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പഞ്ചാബിനോട് ബന്ധപ്പെട്ട് വരുന്ന സിഖുകാരുടെ ആ ഒരു ആവശ്യകത എന്നേക്കുമായി തീർന്നു എന്നാണ്. പക്ഷേ 1970 ആകുമ്പോൾ പിന്നീട് ആ ഒരു ആശയം ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് പഞ്ചാബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയുന്ന സിഖ് വിഭാഗം മുന്നോട്ട് വരികയാണ്.
നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചാബിന് ഒരു പ്രത്യേകതയുണ്ട്. പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടും അതുപോലെ ജമ്മു കാശ്മീരുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അതിർത്തി ഉള്ള ഒരു പ്രദേശമാണ് ഈ പറയുന്ന പഞ്ചാബ് എന്ന് പറയുന്നത്. പഞ്ചാബിൻ്റെ പ്രദേശങ്ങൾ ഓരോ ദിവസം ചെല്ലും തോറും ഒരു 50 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന പഞ്ചാബിൻ്റെ അതിർത്തികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഖലിസ്ഥാൻവാദികളോട് ബന്ധപ്പെട്ട് വരുന്ന 1970-80 കാലഘട്ടങ്ങളിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഒരേ ശബ്ദത്തിൽ ഉയർത്തിയ ഒരു ആവശ്യമായിരുന്നു ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇസ്ലാമിക രാഷ്ട്രം 1970-80 കാലഘട്ടങ്ങളിൽ ജനറൽ ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഖലിസ്ഥാൻവാദിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അനുയായികൾക്ക് വേണ്ട എല്ലാ ആയുധങ്ങളും സംഭാവന ചെയ്യുന്നത് പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന ISI ഉണ്ട്. ISI എന്ന് പറഞ്ഞ അവരുടെ ചാരസംഘടനയാണ്. ആ ചാരസംഘടനയായിരുന്നു ഈ പറയുന്ന ഭിന്ദ്രൻവാലയോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ ആൾക്കാർക്കും അതിൻ്റെ ആയുധത്തോട് ബന്ധപ്പെട്ട് വരുന്ന പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പഞ്ചാബ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന ഭിന്ദ്രൻവാലയോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രദേശം ഖലിസ്ഥാൻവാദികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യമല്ല കാണുന്നത്. കാരണം പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശവും ജമ്മു കാശ്മീർ എന്ന് പറയുന്ന പ്രദേശവും പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് അവർ ഇന്നും കണക്കാക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ഏറ്റവും അവസാനമുണ്ടായ യുദ്ധം, പഹൽഗാമിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന യുദ്ധം, അതിനോടുള്ള അതിക്രമം, അതിൻ്റെ പ്രതികരണം എന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്നുണ്ടാകുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നു. ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത്, അതായത് പഞ്ചാബ് കേന്ദ്രീകരിച്ചുള്ള, അത് ഇന്ത്യയിലാകട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനിലാകട്ടെ, പഞ്ചാബ് കേന്ദ്രീകരിച്ചുള്ള സിഖ് അനുകൂലികൾ അല്ലെങ്കിൽ സിഖ് മത വിശ്വാസികളുടെ എതിർപ്പ് ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുക എന്ന് പറഞ്ഞ എല്ലാ കാലത്തും പാകിസ്ഥാൻ ഒരു തന്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന നൻഗുന എന്ന് പറയുന്ന സിഖ് ആരാധന കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് പറയുന്നൊരു വാദഗതി അവർ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ആ പ്രദേശത്ത് രൂപപ്പെട്ട ഖലിസ്ഥാൻ പ്രസ്ഥാനങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു വലിയൊരു ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയാം. കാനഡ, UK, ഓസ്ട്രേലിയ അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ പറയുന്ന ഖലിസ്ഥാൻ പ്രസ്ഥാനം വളരെ ശക്തിയാണ്. അപ്പോൾ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് സഹായമായിട്ട് പ്രവർത്തിച്ചത് പാകിസ്ഥാനാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ രാജ്യങ്ങൾ അവിടുത്തെ നിയമനിർമ്മാണ സഭകൾ അല്ലെ ഈ പറയുന്ന അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ ഭരണാധികാരികൾ പോലും ഈ ഖലിസ്ഥാൻ പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാനഡയിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഒരു പരിധിവരെ അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ കാനഡ എന്ന് പറയുന്നൊരു പ്രത്യേകത ഉണ്ട്. കാനഡ എന്ന് പറയുന്നത് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വലിയ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് ഈ പറയുന്ന ഖലിസ്ഥാൻവാദികളായിട്ടുള്ള അല്ലെങ്കിൽ സിഖ് മത വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സിഖ് മത വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ കൂട്ടരുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരു ഭരണകൂടം മുന്നോട്ട് പോകുമെന്ന് തോന്നുമ്പോൾ അവർ പറയുന്ന ആവശ്യങ്ങളെ ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കാനഡയോട് ബന്ധപ്പെട്ട് വരുന്ന ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ പറയുന്ന ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്കറിയാം, ഈ പറയുന്ന 2025 സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ എംബസിയിൽ ആ സ്വാതന്ത്ര്യ സമരം തടസ്സപ്പെടുത്തിയതും ഈ ഖലിസ്ഥാൻവാദികൾ തന്നെയായിരുന്നു. അപ്പോൾ ഖലിസ്ഥാൻവാദികളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ആശയപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്നേക്കുമായിട്ട് ശിഥിലീകരിക്കുക. അതിനോട് ബന്ധപ്പെട്ടത് ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ ഈ പറയുന്ന രാജ്യങ്ങളുടെ മുന്നിൽ ഒരു പ്രത്യേക രാജ്യമായിട്ട് നിലനിന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്തുക എന്നുള്ള അവർ പറയുന്നത്.